കൊച്ചി കുണ്ടന്നൂരിലെ സ്റ്റീൽ കമ്പനിയിൽ തോക്ക് ചൂണ്ടി 81 ലക്ഷം കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരനടക്കം 7 പേർ അറസ്റ്റിൽ. കൊച്ചിയിലെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം ആക്രമണം നടത്തിയ മുഖംമൂടി സംഘത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തട്ടിപ്പിന്റെ ഇടനിലക്കാരനായ സജി, ഇയാൾക്കൊപ്പം സ്റ്റീൽ കമ്പനിയിലെത്തിയ വിഷ്ണു എന്നിവർക്ക് പുറമെ അഭിഭാഷകനായ നിഖിൽ സുരേന്ദ്രൻ, പള്ളുരുത്തി സ്വദേശിനി കെ ബുഷ്ര, ചേരാനല്ലൂർ സ്വദേശി ആസിഫ് ഇക്ബാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിടിയിലായവരിൽ ഒരാൾ മുഖംമൂടി ധരിച്ച് പണം തട്ടിയവരുടെ കൂട്ടത്തിലുള്ളയാളാണെന്നാണ് വിവരം. ബാക്കിയുള്ള 3 പേരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അറസ്റ്റിലായ അഭിഭാഷകനടക്കമുള്ളവരാണ് തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ എന്നാണ് പോലീസ് പറയുന്നത്. തട്ടിയെടുത്ത 81 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപയും പോലീസ് തൃശൂർ വലപ്പാട് നിന്ന് കണ്ടെടുത്തതായി സൂചനയുണ്ട്. ഇക്കാര്യം പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വലപ്പാട് സ്വദേശിയുടെ പക്കൽ നിന്ന് തോക്കും കണ്ടെടുത്തതായും വിവരമുണ്ട്. ബുധനാഴ്ച പകൽ 3 മണിയോടെയായിരുന്നു കുണ്ടന്നൂരിലെ സ്റ്റീൽ കമ്പനിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഉടമ സുബിന് നേരെ തോക്ക് ചൂണ്ടി പണം കവർന്നത്. വ്യാജ ഇടപാട് വഴി ഇരട്ടി ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു സംഘം തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. 80 ലക്ഷം രൂപ നൽകിയാൽ 1,10 ലക്ഷം രൂപ നൽകാമെന്ന് ഇടനിലക്കാരൻ വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ ഈ സംഘത്തിന് നൽകാനായി സൂക്ഷിച്ച 81 ലക്ഷം രൂപ മുഖംമൂടി സംഘമെത്തി കവർച്ച ചെയ്യുകയുമായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.